പ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം, ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം. കരളിനു കുളിർമയതേകിടും സ്വർഗപിതാവിൻ തിരുവചനം, കരളിനു കുളിർമയതേകിടും സ്വർഗപിതാവിൻ തിരുവചനം, മധുരിമ പകരും സന്ദേശം കേൾക്കുകയെന്തോരാനന്ദം, കേൾക്കുകയെന്തോരാനന്ദം, ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം, യു ആർ നോട്ട് യുവർ ഓൺ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. കൊറിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6 അധ്യായം 19 തിരുവചനം. 1 Corinthians chapter 6 verse 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? What? Know you not that your body is the temple of the Holy Spirit which is in you, which you have of God, and you are not your own? Amen. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിന്റെ 6 തിരുവചനം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17 വേഴ്സ് 6. I have manifested your name unto the men which you gave me out of the world. Thine they were, and you gave them me, and they have kept thy word. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ കുറിവാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളാണ് സുവിശേഷ പ്രവർത്തകൻ. ആത്മീയ ശ്രേഷ്ഠതയിലെ വലിയൊരു ഇടമാണ് ഞാൻ എൻ്റേതല്ല എന്ന് നാം പറയുന്ന അവസ്ഥ. അപ്രകാരം വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 14 അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസിന്റെ ഒരു ഹൃദയ നിശ്ചയ തീരുമാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ആമേൻ. ഒരുവൻ യേശുവിൻ്റെ വകയായി കഴിഞ്ഞാൽ അവൻ്റെ ചിന്ത മുഴുവനും ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് മൈൻ. നമ്മുടെ നിത്യജീവിത ചിന്താകുഴപ്പങ്ങളിൽ
ആ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം വ്യക്തമാക്കുന്നത് നമ്മെ തന്നെ പരമമായൊരു തീരുമാനത്താൽ മറ്റൊരാൾക്ക് സമർപ്പിക്കുമ്പോഴാണ് വ്യക്തമാകുന്നത്. ആരായി മറ്റൊരാൾ? അത് കർത്താവ് യേശുവാണ്. ദൈവത്തിൻ്റെ ഷോക്കേസിൽ ഒരു ട്രോഫി ആകാനല്ല എൻ്റെ കർത്താവുമായി ഞാൻ ഒന്നാകാനാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പ്രകൃതം നമുക്ക് വ്യാഖ്യാനിച്ചും വിശുദ്ധീകരിച്ചും തരുന്നത്. ഒരുവൻ ആരാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തിന് ശേഷം അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് യേശു അവരോട് പോകുവിൻ എന്ന് പറഞ്ഞത്. ഇത് യേശു ക്രിസ്തുവിൻ്റെ മാൻഡേറ്റാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോടുള്ള ഒരു കമാൻഡ്മെൻ്റാണ്, കൽപ്പനയാണ്. പോകുവിൻ. അപ്രകാരം നാം കർത്താവിൻ്റെ വകയാണെങ്കിൽ മാത്രമേ ആ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പോകാൻ പറ്റുകയുള്ളൂ. മറ്റൊരിടത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരെയും സഹോദരിയെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഒരുവന് നല്ലവനും നേരുള്ളവനുമായിരിക്കാൻ സാധിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. എൻ്റെ എന്ന് യേശുവിന് അവനെക്കുറിച്ച് പറയുവാൻ കഴിയുകയില്ല. എപ്പോഴാണ് ഒരുവൻ യേശുവിൻ്റെ വകയാകുന്നത്? അവൻ്റെ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിക്കുമ്പോഴാണ്. അത് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റുപറയുമ്പോൾ, സ്വീകരിക്കുമ്പോൾ. അതെങ്ങനെയാണ്? റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇപ്രകാരം ഒരു ഏറ്റുപറച്ചിലൂടെയാണ് ഒരുവൻ യേശുവിൻ്റെ വകയാകുന്നത്. അത് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ അപ്പനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നിന്റെ അമ്മയായിരിക്കാം, ചിലപ്പോൾ നിന്റെ സഹോദരി ആയിരിക്കാം, സഹോദരനായിരിക്കാം, നിനക്ക് ജനിച്ച മക്കളായിരിക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യമല്ല. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് യേശുവിൻ്റെ വകയായി തീരുന്നത്. അപ്പോഴാണ് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്. 10 കൽപ്പനയുടെ കാര്യമല്ല. മർക്കോസ് 16:16 പ്രകാരമുള്ള ഒരു വചന അനുസരണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഏത് സ്നാനം? കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന സ്നാനം. യോർദാനിൽ ഇറങ്ങി മുഴുകൽ സ്നാനം പ്രാപിച്ച കർത്താവിനോടുള്ള അനുസരണമാണ്, ചേരുന്നതാണ്. അല്ലേ? സങ്കീർത്തനങ്ങൾ 91, അതിൻ്റെ 91 സങ്കീർത്തനം 14 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യേശുക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്ന അവസ്ഥയാണ് യേശുവിൻ്റെ വകയാകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. യേശുക്രിസ്തുവിനോട് പറ്റിയിരിക്കാൻ നിന്റെ അമ്മ പെന്തക്കോസ് അനുഭവത്തിൽ വന്നു. നിനക്ക് ജന്മം നൽകിയ അപ്പൻ പെന്തക്കോസ് മാർഗത്തിലേക്ക് വന്നു. അത് നിനക്ക് ഇഷ്ടമല്ലേ? കർത്താവിനോട് പറ്റിച്ചേരാനാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയോട് പറ്റിച്ചേരാനല്ല. സ്തോത്രം. വചനപ്രകാരം നാം അവൻ്റെ വകയായിരിക്കണം. ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ മാത്രമാണ് അനുസരിക്കേണ്ടത്. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ വചനപ്രകാരം ഒന്ന് തന്നെത്താൻ ശോധന ചെയ്യ്. ആർ യു ദ ഡിസൈപ്പിൾ ഓഫ് ജീസസ്? യേശുക്രിസ്തു വകയാണ്, യേശുവിൻ്റെ ശിഷ്യനാണോ? ഈ പറയപ്പെട്ടവരെല്ലാം കർത്താവിനോട് ചേരുന്നതിന് നിന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധം മുറിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? സദൃശവാക്യങ്ങൾ പ്രോബബ്സ് ചാപ്റ്റർ 29 വേഴ്സ് 25. സദൃശവാക്യങ്ങളിൽ 29 അധ്യായം 25 വാക്യം. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. മനുഷ്യഭയം. യേശുവിൻ്റെ വകയാകാൻ മനുഷ്യഭയം കൊണ്ട് ചിലർ മാറി നിൽക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ വകയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെന്നെ വെറുക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ ആ പള്ളിയിൽ അച്ഛനുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ബിഷപ്പുണ്ട്, അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ പറയപ്പെട്ടവരെല്ലാം നിന്റെ മുൻപിൽ വന്ന് ഒരു കെണിയായിട്ട് നിൽക്കുകയാണ്. ഈ മാനുഷിക ബന്ധം കാരണം ക്രിസ്തുവിനോട് നിനക്ക് പറ്റിച്ചേരാൻ കഴിയുന്നില്ല. ഇവരെ അക്ഷരികമായി ഇവരെ ബന്ധം മുറിച്ച് കളയണമെന്നല്ല, യേശുവിനേക്കാൾ 1ാം സ്ഥാനം ഇവർക്ക് കൊടുക്കരുതെന്നാ പറയുന്നത്. അവരെ ബന്ധം മുറിച്ച് പിണ്ടം വെച്ച് പുറത്തു കളയാനല്ല. അങ്ങനെ പിണ്ടം വെച്ച് പുറത്തു കളയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പെന്തക്കോസ് അനുഭവത്തിൽ വന്ന്
ഒറ്റ കാരണത്താൽ നിന്റെ അമ്മയ്ക്ക് നിന്റെ കുടുംബത്തിൽ കയറാൻ സാധിക്കുന്നില്ല. കുടുംബത്തിൽ കയറ്റാത്തത് കുടുംബത്തിൽ അപ്പനും ആ അമ്മ നൊന്ത് പ്രസവിച്ച മക്കളുമാണ്. നിന്റെ അമ്മ ചെയ്ത തെറ്റെന്താണ്? യേശുവിൻ്റെ വകയായി എന്നുള്ള ഒറ്റ കാരണമല്ലേ? സ്തോത്രം. നീ യേശുവിൻ്റെ വകയാകുമ്പം അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാത്ത കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കും. സ്തോത്രം. യേശുവിൻ്റെ സ്വന്തം, യേശുവിൻ്റെ വക, യേശുവിൻ്റെ വകയായാൽ മാത്രമേ അവൻ എൻ്റെ സഹോദരൻ, അവൾ എൻ്റെ സഹോദരി എന്ന് പറയാൻ കർത്താവിന് കഴിയുള്ളൂ. നമ്മുടെ കർത്താവ് പറയുന്നത് ഏത് ബന്ധവും കർത്താവുമായുള്ള ബന്ധവുമായി മത്സരിച്ചേക്കാം, ഇല്ലേ? അതൊരു മത്സരമല്ലേ? നിനക്ക് എന്നെക്കാളും ഉപരി, ഞങ്ങളുടെ കുടുംബത്തെക്കാളും ഉപരി നിനക്ക് കർത്താവിന് വേണമല്ലേ? നോക്കിക്കേ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൊരു മത്സരം, ഒരു മൽപ്പിടുത്തം വരുന്ന കണ്ട. എനിക്ക് എൻ്റെ അമ്മയുടെയോ ഭാര്യയുടെയോ എൻ്റെ തന്നെയോ സ്വന്തമായിരിക്കാം, എന്നാൽ അപ്പോൾ നമുക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തെ പ്രതി മനുഷ്യൻ നിങ്ങളെ അപഹേളിക്കും, ഇല്ലാ വചനങ്ങൾ പറയുമെന്ന്. അപ്രകാരമുള്ളൊരു ബന്ധം മുറിച്ചു കളയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുക ഇല്ല എന്നല്ല, കർത്താവിൻ്റെ വകയാകാൻ സാധിക്കുകയില്ല എന്നാണ്. പേര് ക്രിസ്ത്യാനിയാണ്, ബട്ട് യു നെവർ ബിലോങ് ടു ക്രൈസ്റ്റ് ബിക്കോസ് യു ആർ ഇൻ ദ ഫാമിലി ഓഫ് ക്രിസ്ത്യൻസ്. ബട്ട് ഇഫ് യു ആർ എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ഒബേ ദ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. നമ്മുടെ കർത്താവ് ഒരു ശിഷ്യനെ സ്വന്തമാക്കുകയും അവനെ തനിക്ക് ഉത്തരവാദിയാക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ആരുടെ സാക്ഷി? കർത്താവിൻ്റെ സാക്ഷി. ഏതെങ്കിലും ഒരു സംഘടനയുടെ സാക്ഷിയല്ല. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന അല്ല, അവന് പരിപൂർണ ആനന്ദം ആകുക എന്നതാണ് ഒരു ശിഷ്യനിൽ വരുന്ന ആഗ്രഹം. മറന്നുപോകരുത്. ഞാൻ അവൻ്റേതാണ്, അവൻ തൻ്റെ ഉദ്ദേശവും വേലയും എന്നിലൂടെ പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു സുവിശേഷ പ്രവർത്തകന്റെ രഹസ്യം. ഹല്ലേലൂയ. അതായത് പൂർണ്ണമായും ഞാൻ യേശുവിൻ്റെ വകയാണ്. സ്തോത്രം. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. സ്തോത്രം. ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ യേശുവിൻ്റെ വകയായിരിക്കും. അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കണം. സ്തോത്രം. മോശയിലൂടെ കർത്താവ് പറഞ്ഞെന്ന്, എൻ്റെ ജനത്തെ വിട്ടു തരുവിനെന്നാണ്. എന്തിനാണ് നീ കർത്താവിൻ്റെ ജനത്തെ പിടിച്ചു വെച്ചിട്ടിരിക്കുന്നത്? അവർ കർത്താവിനെ ആരാധിക്കട്ടെ സത്യത്തിൽ ആത്മാവില്. മൂകവിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ട് അതുങ്ങളെ മുട്ടുകുത്തി കുരിശോരപ്പിക്കരുത്. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിപ്പിക്കരുത്. നീ തന്നെ മെഴുകുതിരിയാണ്. നീയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഉരുകി പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന്റെ വകയാകാൻ നീ ഒരിക്കലും തടസ്സമാകരുത്. ഹല്ലേലൂയ. നമ്മൾ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഹൃദയത്തിൽ നിന്നും ചിന്തകളോ എന്തെങ്കിലും വയലൻ്റ് ആയിട്ടുള്ള പ്രവൃത്തികളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് കർത്താവിനോട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവേ, അവിടുത്തെ വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. നിന്റെ വകയായിരിക്കുവാൻ, നിന്റേത് മാത്രമായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനുഷ്യഭയമാവുന്ന കെണിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിന്റെ സ്വന്തമായി ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങളുടെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ അന്ത്യ സമയത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഇനിയും കർത്താവേ, അങ്ങേ അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവരുടെ ജീവിതം അങ്ങയുടെ പൂർണ്ണമായി സമർപ്പിക്കാതെ കണ്ട് മതത്തിൻ്റെ കെട്ടിൽ കിടക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഐക്യമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. ഈ സമയത്ത് രോഗികളായിട്ടുള്ള ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഹോസ്പിറ്റൽ സീരിയസ് ആയി അഡ്മിറ്റായി കിടക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ആ മക്കൾക്ക് വരട്ടെ എന്ന് നിന്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ രോഗികളുടെ മേൽ കൈവെക്കും. അവർ സൗഖ്യം പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരം സംഭവിക്കട്ടെ. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, ഐക്യതയുണ്ടാകട്ടെ, വിശുദ്ധി ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെതായ ദുഷ്ടശക്തിയിൽ പെട്ടുപോകാതെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ യൗവനം തുച്ഛീകരിക്കപ്പെടാതെ യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് അങ്ങയുടെ സ്വന്തമായി
അങ്ങയുടെ വകയായി ജീവിക്കുവാനും മക്കളെ സഹായിക്കണം. പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല സാംക്രമിക രോഗങ്ങളിൽ നിന്നും മക്കളെ വിടുവിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ കലാപങ്ങൾ ദൈവമേ പ്രത്യേകമായി നിന്റെ കരങ്ങൾ തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രാജ്യത്തെ തകർക്കാൻ നോക്കുന്ന സകല അന്ധകാര പോരാട്ട ശക്തികൾ ആ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃരാജ്യമായി ഇന്ത്യ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്ത്യ നിന്റെ രാജ്യമായി മാറട്ടെ. അങ്ങേ അറിയുന്ന രാജ്യമായി മാറട്ടെ. നിന്റെ മാറ്റമില്ലാത്ത തിരുവചനം അറിയിച്ചു കൊണ്ടിരിക്കുന്ന സത്യസുവിശേഷ പ്രഘോഷകരെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികൾ ഞങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അതിരുകളെ വിശാലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് കർത്താവേ, ഭവനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം മക്കൾക്കായി കൊടുക്കണമേ കർത്താവേ. ഈ വർഷം തന്നെ അവരുടെ ഭവനത്തിൻ്റെ പണി തുടങ്ങുവാനുള്ള സാമ്പത്തികമായ നന്മകൾ അവിടുന്ന് മക്കൾക്കായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികൾ, മക്കളെ, ഞങ്ങളുടെ കൂട്ടുവിശുദ്ധരെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, നീ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനും അങ്ങയോട് പറ്റിച്ചേർന്ന് നടക്കുവാനും അങ്ങയുടെ വകയായി മക്കൾ ജീവിക്കുവാനും അവരെ സഹായിക്കണം. ഓരോ മക്കളുടെയും ഹൃദയത്തിൽ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇപ്പോൾ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്ന വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. നരക്കോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവെ, നിന്റെ വകയായി ഈ സമയത്തും ഹല്ലേലൂയ തീക്ഷ്ണതയോടെ ആഗ്രഹത്തോടെ അവിടുത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ അവരെ സഹായിക്കണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൽ നന്ദിയപ്പ. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കിയാൽ നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രക്ഷകനീശോ വാണരുളും സംപൂജിതമാം സദനമിതിൽ രക്ഷകനീശോ വാണരുളും സംപൂജിതമാം സദനമിതിൽ സന്തതമീശനുമൊന്നായി വാസമതല്ലോ സൗഭാഗ്യം, വാസമതല്ലോ സൗഭാഗ്യം. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം.